ഈ സ്ഥലം ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് ഓർമ്മകളാണ് മനസ്സിൽ ഇങ്ങനെ വരുന്നത്. മണ്ണാറക്കാട്ടുകാരുടെ ഓർമ്മകളിൽ ഇന്ന് ജീവിക്കണ ഒരു പേരുണ്ട്, ആരാധന തിയേറ്റർ. ഇന്നിപ്പോൾ ഇവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ ഒരു ചുമര് മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് തിയേറ്ററേ ഇല്ല അല്ലേ. ഈ സ്ഥലത്താണ് ടിക്കറ്റിന് വേണ്ടി ക്യൂ നിന്നത്. ഫ്രണ്ട്സിനൊപ്പം ഇവിടെ വന്ന് പടം കണ്ട ഒരാഴ്ചത്തേക്ക് ആ പടത്തിലെ കോമഡികളും ഫൈറ്റും എല്ലാം പരസ്പരം പറഞ്ഞിങ്ങനെ നടക്കും. അതുപോലെ ഇന്റർവെല്ലിന് ചായയും പരിപ്പടയും കിട്ടിയ ആ സ്ഥലം ദാ ഇവിടെയായിരുന്നു. ഞാൻ അവസാനം കണ്ട പടം ആരാധന തിയേറ്ററിൽ ഖൈദി മൂവി ആയിരുന്നു കേട്ടോ. ആരാധന തിയേറ്റർ ഓർക്കുമ്പോൾ നിങ്ങളെ മനസ്സിൽ വരുന്ന ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവില്ലേ? ഒരു ഓർമ്മ എന്താണെന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? അല്ല, അത് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അതായത് വീഡിയോ ഒക്കെ വലിച്ചിട്ട് ബാക്കിലും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാരൊക്കെ ഇരിക്കും. നമ്മൾ കുട്ടിക്കാലമായതുകൊണ്ട് നമ്മളന്ന് വീഡിയോ ഒന്നും വലിക്കില്ല, ഇന്നും ഇല്ല കേട്ടോ. ഞാൻ അങ്ങനെ നെഗറ്റീവ് അടിച്ചിട്ട് കമന്റ് ബോക്സിൽ വരരുത്. നമ്മള് ഓരോ പടം കാണാൻ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കും. ഇതിന്റെ ഉള്ളിലായിരുന്നു ആ ഫിലിം പെട്ടി വെച്ച റൂം കേട്ടോ. തിയേറ്ററിന്റെ ഉള്ളിൽ കൂടെ ഫ്രണ്ടിൽ കൂടെ നടക്കുകയാണെങ്കിൽ ബാക്കിൽ ഇരുന്നിട്ട് ആൾക്കാർ ഇരിക്കട അവിടെ എന്ന് പറയും. എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ പറയുക, ഇതിന്റെ ഉള്ളിൽ നിന്നാണ് പ്രൊജക്ടർ സ്ക്രീനൊക്കെ വിടുക. അപ്പോൾ അത് നമ്മൾ മറിയുമ്പോൾ ബാക്കിലിരിക്കുന്ന ആൾക്കാർ ചൂടായിരുന്നു. ആ ഒരു ഭാഗത്താണ് ബാത്റൂമൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ഞാനൊന്ന് ബാത്റൂം പോയി മൂത്രം ഒഴിച്ചിട്ട് തന്നെ അല്ല, ഞാൻ ഒഴിഞ്ഞ് ആ ഭാഗത്ത്, അതായത് ആ മതിലിൻ്റെ ഭാഗത്ത് അവിടെ പോയിട്ട് മൂത്രയിക്കും. ഞാനിന്നല്ല, നമ്മളപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഒരുപാട് ആൾക്കാർ അതുപോലെ മൂത്രയിക്കാണ്ടായിരുന്നു. ഒരുപാട് ഓർമ്മകളാണ് എനിക്ക് വരുന്നത്.